നമസ്കാരം. അംചി മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആടിത്തിമിർത്തും പാടിത്തകർത്തും പ്രേക്ഷക മനസ്സ് കീഴടക്കിയ മുംബൈ ഗായകർക്ക് ഒരു പരീക്ഷണഘട്ടമാണ് എലിമിനേഷൻ റൗണ്ട്. ചെറിയ ചെറിയ പിഴവുകൾ തിരുത്തി കൂടുതൽ ഉന്നതങ്ങളിൽ വിഹരിക്കുവാൻ ഇവരെയെല്ലാം പ്രാപ്തരാക്കുന്ന ഒരു ഫൈൻ ട്യൂണിംഗ് കൂടിയാണ് ഈ പ്രോസസ്. ഒരു മത്സരമാകുമ്പോൾ ഒഴിച്ചുകൂടാൻ വയ്യാത്ത പ്രക്രിയയും. അടുത്ത 6 കണ്ടസ്റ്റൻസ് ആണ് ഇവിടെ വിധി കാത്തിരിക്കുന്നത്. സോ a quick review. നിഹിത്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റേജിൽ ഇവിടം വരെ എത്തി ടോപ്പ് 18 എത്തിയതിന് ജഗദീഷിനോടും എൻ്റെ അമ്മയോടും അച്ഛനോടുമുള്ള മനസ്സിലോടുള്ള നന്ദി ഞാൻ ആദ്യം പറയുന്നു. പിന്നെ എൻ്റെ ഗുരുക്കന്മാരെ ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കണു. പിന്നെ സത്യൻ അങ്കിൾ, പ്രേംലാൽ അങ്കിൾ. ഫസ്റ്റ് ടൈം ഒന്നും ഞാൻ ഇവിടെ ടോപ്പ് 30 പോലും എത്തുമെന്ന് വിചാരിച്ചിരുന്നില്ല. നല്ല നല്ല ജഡ്ജസിന് മുമ്പിൽ പാടാൻ പറ്റി. അവരുടെ മുമ്പിലൊക്കെ ഒരു ലൈനെങ്കിലും പാടാൻ തന്നൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ ഇനിയിപ്പം ഇന്നായാലും ഔട്ടായാലും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതൊക്കെ ഇനിയും നമ്മുടെ ഫോൾസ് മനസ്സിലാക്കാൻ പറ്റി. അതിനിയും നന്നാക്കി ഇനിയും കൂടുതൽ പരിശ്രമിച്ച് പുതിയ പുതിയ അവസരങ്ങൾ തേടി പോകുന്നു പറയും. ഓക്കെ. സോ അശ്വിൻ, ഹൗ കോൺഫിഡന്റ് ആർ യു? ഇൻ ആവോ ഔട്ട് ആവോ എന്നുള്ള കോൺഫിഡൻസ്? 80% കോൺഫിഡന്റ് ആണ്. 80%. വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ ഒരു ആൻസർ വളരെ കുറവ് ആൾക്കാരെ പറയാറുള്ളൂ. ദാറ്റ്സ് നൈസ്, ഗുഡ്. വൈശാഖ് കുട്ടൻ, എന്ത് തോന്നുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള പാട്ടൊക്കെ? നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇതിനപ്പുറം ഇനി മുന്നോട്ട് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടെ നന്നായിട്ട് പാടും അല്ലേ? ഉറപ്പാണോ? ഓക്കെ. Ramchandran sir, definitely we would like to listen from you. I'm confident I should be in. Wow. That's great. And you are definitely an inspiration to us, sir. So there is not much to discuss about this. Actually, I'm a little emotional. I never imagined, I have ever imagined that a bathroom singer will come to a stage singer. I'm honestly telling you, this channel has done wonders to me. Whether I'm in or out, I'm hoping I should be in, because I promised the audience I'll be coming back. But in or out, it's for the generation next. As I've been always telling, I'm going to give them a tough time. So I wish all of us good luck. Our pleasure, sir, to have you here. Rajalakshmi. ഹലോ ചേച്ചി. ഇന്നായാലും ഔട്ടായാലും സന്തോഷമുള്ളൂ. ഇനിയും ഞാൻ പഠിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എൻ്റെ അമ്മ അച്ഛനും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെറുപ്പകാലം തൊട്ടേ. അത് ഇത്രയും പാടാനെങ്കിലും പറ്റുന്നത്. പിന്നെ അംചി മുംബൈ ഗുഡ് വിൻ ഗോൾഡൻ വാസ് റിയാലിറ്റി ഷോയിലെ സത്യൻ സാറിനും പ്രേംലാൽ അങ്കിളിനും ഒത്തിരി നന്ദി. ഇത്രയും സ്റ്റേജ് വരെ എത്താൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ രാജലക്ഷ്മി. ആശ. ഹലോ ചേച്ചി. ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ ഔട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിയാക്കുന്ന? ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് തോന്നുന്നത്? എന്തായിരിക്കും? ഇന്നാണോ ഔട്ടാണോ? ഒന്നും തോന്നുന്നില്ല. അതൊരു പ്രത്യേക വികാരമാണല്ലോ. ഇന്നായാലും ഔട്ടായാലും എന്തായാലും പാട്ട് കണ്ടിന്യൂ ചെയ്യും. പാട്ട് വിട്ടിട്ടില്ല. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ എന്തായാലും നമ്മുടെ ഏറ്റവും കുട്ടീസ് ആയ വൈശാഖിന്റെ അടുത്ത് നിന്ന് തുടങ്ങാം നമുക്ക്. വൈശാഖ്, പ്രോമിസ് ചെയ്ത പോലെ ഇനി നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യും അല്ലേ? പ്രാക്ടീസ് ചെയ്യും. കഴിഞ്ഞ 1-2 റൗണ്ടിൽ കുറച്ച് വഴക്ക് കേൾക്കേണ്ടി വന്നു ജഡ്ജസിന്റെ അടുത്തുനിന്ന്. നല്ലതും ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ കൂടെ കുറച്ച് പോരായ്മകളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് അത് നോക്കി പ്രാക്ടീസ് ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത റൗണ്ടിൽ വരൂ പാടാൻ. ഉറപ്പാണോ? അതിന്റെ ഇത്ര സങ്കടത്തില് ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്യണോന്ന് ചെയ്തിട്ട് വരില്ലേ? കരയാൻ തുടങ്ങിയോ? എന്തിന്? ഇന്നായി എന്റെ സങ്കടത്തിലോ? ഇന്നായി എന്ന സങ്കടത്തിലാണോ കരയണേ? അയ്യോ വൈശാഖ് കൂട്ടോ, ഞങ്ങളുടെ വൈശാഖ് കൂട്ടന്റെ സിൻ.
മൈക്ക് കൂടെ തന്നിട്ട് പോണം കേട്ടോ. രാജലക്ഷ്മിയും ഒരു ടഫ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇടയിൽ കുറച്ച് പിഴവുകൾ പറ്റി അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു സെലക്ഷൻ ഓഫ് സോങ്സിലായിരുന്നു കൂടുതലും പ്രശ്നം എന്ന് എനിക്കൊരു ഊഹം. അറിയില്ല അതാണോന്ന്, എന്താണ് പ്രശ്നമെന്ന് നല്ല രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇനി ഫർദർ വർക്ക് ചെയ്തിട്ട് വീണ്ടും ഈ വേദിയിൽ വന്ന് പാടുക. Okay, congratulations. Rajalakshmi is in. Ramchandran sir. Yes. You are quite confident. What should I tell you more? In will be the most preferred answer. Sir, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ എന്ത് പറയാനാണ്? Definitely you are in, Thank sir. you. We cannot have this show without you. Thank you. You are the charm of Goodwin Golden Voice. Thank you so much. Thank you so much. So meet you in next round, sir. Thank you. നീത് ചേച്ചി എനിക്ക് ജയനായി വന്നു അല്ലേ? ഉവ്വ്. ആദ്യം കുറച്ച് കോൺഫിഡന്റ് ആയിരുന്നു. അതെ. പിന്നീട് കുറച്ച് കോൺഫിഡൻസ് ലൂസ് ചെയ്തു. സ്റ്റേജ് കാണുമ്പോ എനിക്ക് എന്താ പറ്റുന്നത് എന്ന് അറിയില്ല എന്ന് ബാക്ക് സ്റ്റേജിൽ പറയുന്നത് കേട്ടു. സത്യം എന്താ പറ്റുന്നത് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. സത്യം സത്യം മാഷ അവിടെ ഉണ്ട്. അപ്പൊ ഫൈൻഡ് ഔട്ട് ചെയ്തോ? അതിനുള്ള ആൻസർ കിട്ടിയോ? സ്റ്റേജ് കണ്ടാൽ എന്താ പറ്റുന്നത് എന്ന് ഇതുവരെ കിട്ടിയില്ല, നോക്കണം. അപ്പൊ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? നമുക്ക് എവിടെയാണ് തെറ്റു പറ്റുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും പ്രാക്ടീസ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നെർവസ് ആവുന്നത് എന്നൊരു ആൻസർ നമുക്ക് വേണം അല്ലേ? അപ്പോൾ ആ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, വിൽ സീ യു ഓൺ സം അതർ സ്റ്റേജ്. കീപ് സിംഗിങ് ഫോർ മുംബൈ മലയാളീസ്. ഓക്കെ, സോറി, നിഹിത് is out from this competition. Ashwin, with 80% confidence, ബാക്കി 20% ഇപ്പൊ പോയോ? അതെന്താണത്? കോൺഫിഡൻസ് എപ്പോഴും കൂടിയല്ലേ വരിക? അങ്ങനെ കുറയാൻ പാടുവോ? കുറഞ്ഞു പോവല്ലേ ഇവിടെ? അത് പറഞ്ഞിട്ട് കോൺഫിഡൻസ് കുറഞ്ഞു പോവോ? അപ്പൊ അടുത്തത് നമ്മുടെ നമ്പർ ആയിരിക്കും ഇങ്ങനെ തീരുമാനിച്ചു അശ്വിൻ? തീരുമാനിച്ചിട്ടില്ല. ചുമ്മാ വെറുതെ ബാക്കിയുള്ളവരെ ഇങ്ങനെ ഫൂളാക്കാൻ വേണ്ടിട്ട് പറയാല്ലേ? ഒരു എളിമ കാണിക്കാൻ വേണ്ടിട്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ നന്നായി പാടും, പക്ഷെ എനിക്ക് അതിന്റെ അഹങ്കാരമൊന്നുമില്ല എന്നൊക്കെ ഉള്ളൊരു രീതിയില് അല്ലേ? എന്തായാലും 80% ഒരു 100% ആവട്ടെ. അശ്വിൻ ഇസ് ഡെഫിനറ്റ്ലി ഇൻ. അപ്പൊ ഇനി ഒരുപാട് നല്ല പാട്ടുകളുമായിട്ട് ഈ വേദിയിൽ വീണ്ടും വരും അശ്വിൻ. ഓക്കെ, ആശയ്ക്ക് എന്താണ് ആശ? ആശയ്ക്ക് എന്നാവണം എന്നാണ് ആശ. ആശയ്ക്ക് എന്നാവണം എന്ന ആശ. അപ്പൊ ആശ മിഥുൻ. അപ്പൊ മിഥുൻ ജി എന്ത് പറയും? എന്നിന് പകരം വേറെ വല്ല ഓപ്പോസിറ്റ് ജഡ്ജ്മെന്റ് ആണെങ്കിൽ ഇതുവരെയുള്ള ഒരു പാട്ടിന് എന്താണ് ഫീഡ്ബാക്ക്? എന്ത് പറഞ്ഞു ഹസ്ബൻഡ്? എന്ത് പറഞ്ഞു? കോൺഫിഡൻസ് കുറച്ചും കൂടി ആകാന്ന് പറഞ്ഞു. കാരണം ഞാൻ പൊതുവെ എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് കുറവ് ആണോന്ന് ചോദിച്ചല്ല, പക്ഷെ എനിക്കിങ്ങനെ ഒരാള് ജഡ്ജസ് ഇങ്ങനെ ഇപ്പൊ പേനൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോ ഒരു പേടി. അത് ശരി. അപ്പൊ ഞങ്ങള് പാടുന്നതിലല്ല കുഴപ്പം, ജഡ്ജസ് ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് പ്രശ്നം. അപ്പൊ കുഴപ്പം ജഡ്ജസിന്റെ ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്? അല്ല, അങ്ങനെയല്ല. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുമ്പോ ഇത്രയും കൂടി നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഇന്നിപ്പോ ഡുവറ്റിന് അത്രയും പേടി വന്നില്ല, കുറച്ച് ചെയ്യാൻ പറ്റി. പക്ഷെ അങ്ങനെയാ. അപ്പൊ അങ്ങനെ വീട്ടിലിരുന്ന് പാടുന്നത് ഉള്ളത് കൊളാവും. അതെ, അപ്പൊ വീട്ടിലിരുന്ന് പാടുന്നത് ഇത്രയും വലിയൊരു വേദിയിൽ വന്ന് പാടുമ്പോ ഇത്രയും പ്രഗത്ഭരായ രണ്ടാൾക്കാർ അതിനുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള നല്ലത് ഒക്കെ പറഞ്ഞു തരാനില്ലേ? ദാറ്റ്സ് എ ഗുഡ് ലക്ക് അല്ലേ? അപ്പൊ അതെന്തായാലും ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ഇനിയും തുടർച്ചയായിട്ട് ആശയോടൊപ്പം ഉണ്ടാവട്ടെ. ആശയ്ക്ക് ദോശ തിന്നാൻ ആശ എന്ന് പറയുന്ന പോലെ ഇന്നാവാൻ ആശയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആശ ഇസ് ഇൻ.
ഈ വേദി വിട്ട് പോണതിന് മുമ്പ് നിഹിതിന് അംചി മുംബൈയുടെ ഒരു ഉപഹാരം നൽകാനായി ഞാൻ ജഡ്ജ് ശ്രീ കാവാലം ശ്രീകുമാർ സർ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സത്യൻ സർ ആൻഡ് പ്രേംലാൽ സർ, പ്ലീസ് ജോയിൻ ഓൺ ദ സ്റ്റേജ്. മീനു ഫാഷൻ ജ്വല്ലറി നൽകുന്ന ഉപഹാരം ശ്രീ മോഹൻ നായർ കൈമാറുന്നതായിരിക്കും. Anil Raman sir, I welcome you on stage to hand over the gift on behalf of BizLink Malayalam. Thank you Nihil for coming on the show. Wish you all the good luck in future. എലിമിനേഷൻ റൗണ്ടിൽ ബാക്കിയുള്ള 6 പേരുടെ ഫലം അടുത്ത ആഴ്ചയിൽ. തുടർന്ന് യുവർ ചോയ്സ് റൗണ്ടിൽ 12 പേരായിരിക്കും മാറ്റുരയ്ക്കുക. നമസ്കാരം. നഗരത്തിന്റെ നേർക്കാഴ്ചകളുമായി മുംബൈ ഫാസ്റ്റ് ന്യൂസ്. സിഡ്കോ മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 3 ദിവസം നീണ്ടുനിന്ന 14ാമത് അന്താരാഷ്ട്ര പ്രദർശനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രതിനിധികൾ പങ്കെടുത്തു. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അഭാവം നഗരവികസനത്തിനായി കേന്ദ്ര സർക്കാർ പിന്തുണയോടെ സംഘടിപ്പിച്ച സമ്മേളനത്തിന്റെ നിറം കെടുത്തി. സ്മാർട്ട് സിറ്റികളുടെ നിർമ്മാണത്തിനും നിലനിൽപ്പിനുമായി ഉതകുന്ന സാങ്കേതിക വിദ്യകൾ, ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ വൻ പ്രദർശനത്തിനായിരുന്നു നവി മുംബൈയിലെ വാഷി സിഡ്കോ എക്സിബിഷൻ സെന്റർ വേദിയായത്. We have various electronic security solutions like access control, intelligent traffic system. കാര്യക്ഷമതയുള്ള നഗരവികസനത്തിനായി തയ്യാറെടുത്തുകൊണ്ടുള്ള 150ഓളം സ്റ്റാളുകളാണ് സമ്മേളനവേദിയെ ആകർഷകമാക്കിയത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ലധികം പ്രതിനിധികൾ പങ്കെടുത്തു. We are very happy to be participating in this endeavor which has been set up by CIDCO. We had excellent footfall in the last 3 days that we are here. We have people, representatives from the government, representatives from the banking industry visiting us. പൊതുമേഖലയെ പ്രതിനിധീകരിക്കുന്ന സ്റ്റാളുകളില്ലെന്നത് വലിയ പോരായ്മയായി കേരളത്തിൽ നിന്നെത്തിയ പ്രതിനിധികൾ പരാതിപ്പെട്ടു. വിവിധ കമ്പനീസിനുള്ള എല്ലാ വിധത്തിലുള്ള അവരുടെ ഒരു ബിസിനസ് മാനേജ്മെന്റിന് അവർക്കൊരു മോട്ടിവിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് മാത്രമാണ് ഇന്റർനാഷണൽ ഈ പ്രോഗ്രാമിൽ നമ്മൾ കാണുന്നത്. കുറെ സ്വകാര്യ മേഖലകളുടെ കുത്തക പ്രദർശനത്തിന് വേദി ഒരുക്കുകയാണ് ചെയ്തിരുന്നതെന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഓവറോൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരുപാട് ഫാർ ഹെഡായിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. കേരളത്തിൽ ഇതിനകം പ്രാവർത്തികമായ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെയും കാണാൻ കഴിഞ്ഞതെന്നും പുതുമയൊന്നും തോന്നിയില്ലെന്ന നിരാശയിലാണ് പലരും. ബാഹുബലി കളക്ഷനുകളുമായി മിനു മാർട്സിന്റെ പുതിയ ഷോറൂം മിറാ റോഡിൽ. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിന് തിളക്കമേകി ഫാഷൻ ലോകത്തിന്റെ കയ്യൊപ്പും. ഫാഷൻ ജ്വല്ലറി രംഗത്ത് സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച മിനു മാർട്ട് മീറാ റോഡിൽ ആരംഭിച്ച ഷോറൂമിൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ കളക്ഷനുകൾ കൊണ്ട് സമ്പന്നമാണ്. Minu Fashion Jewelry is mind-blowing, and this is the journey, and I'm sure all the entire fashion industry is with Mohan Nair. മീനു മാർട്ടിന്റെ 29ാമത്തെ ഷോറൂമിനാണ് മീരാ റോഡിൽ തുടക്കമിടുന്നത്. We're planning to come up with 100 showrooms in like 2 years. That's a dream. So let's see how we go about it. അഡ്വക്കേറ്റ് പത്മ ദിവാകരൻ, പ്രശസ്ത ഫാഷൻ ഡിസൈനർ സോണിയ മേയസ്, നടൻ ബോബി വാട്സ് എന്നിവരെ കൂടാതെ നിരവധി സാമൂഹ്യ പ്രവർത്തകരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ ട്രെൻഡായ ബാഹുബലി കളക്ഷനുകൾ കൂടാതെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഫാഷൻ ജ്വല്ലറികൾ, ഗിഫ്റ്റ് ഇനങ്ങൾ, ബാഗുകൾ, കുർത്തകൾ, കേശാലങ്കാര വസ്തുക്കൾ, ലെഗിൻസ് എന്നിവ മീനു മാർട്ടിൽ ലഭ്യമാണ്. ലേഡീസിന് വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ വന്ന് കയറിയാൽ പിന്നെ വേറെ എവിടെ കടയിലും പോകണ്ട, നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടും. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾക്ക് പുറമെ ആഭരണങ്ങൾ വാടകയ്ക്കും ലഭിക്കുന്നതാണ്. ഇതിനെല്ലാം പുറമെ സർട്ടിഫിക്കറ്റോട് കൂടിയ ജന്മനക്ഷത്ര കല്ലുകളും ഈ മലയാളി സ്ഥാപനത്തിൽ ലഭിക്കുന്നു. ഇന്ത്യയുടെ ഓരോരോ ഭാഗങ്ങളിൽ എത്താനുള്ള പരിപാടികളാണ്. അതോടൊപ്പം തന്നെ 4-5 വർഷങ്ങൾ കൊണ്ട്
ഞങ്ങൾ ഇന്ത്യയും സിംഗപ്പൂർ, ന്യൂസിലാൻഡ്, ദുബായ് എല്ലാ സ്ഥലങ്ങളിലും ആൾറെഡി ഷോറൂമുകൾ തുടങ്ങാനുള്ള പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മുംബൈയിലെ മലയാളി യുവപ്രതിഭകൾ ചേർന്നൊരുക്കിയ മ്യൂസിക് ആൽബം സോഷ്യൽ മീഡിയകളിൽ തരംഗം സൃഷ്ടിക്കുന്നു. ഇതിനകം വൈറലായ വീഡിയോയുടെ വിജയത്തിന്റെ ത്രില്ലിലാണ് അണിയറ പ്രവർത്തകർ. മുംബൈയിലെ ഒരുപറ്റം യുവകലാപ്രതിഭകൾ ചേർന്നൊരുക്കിയ മ്യൂസിക് ആൽബം സോഷ്യൽ മീഡിയകളിൽ തരംഗം സൃഷ്ടിക്കുന്നു. ബോംബെ റൂട്ട്സ് എന്ന മ്യൂസിക് ബാൻഡിന്റെ രണ്ടാമത്തെ മ്യൂസിക് ആൽബമായ സഫറാണ് പുറത്തിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യുവജനങ്ങളുടെ ഇടയിൽ വൻ സ്വീകാര്യത ലഭിച്ചത്. നെക്സ്റ്റ് പ്രോജക്റ്റിൽ നിന്റെ ശബ്ദം ഞാൻ കേട്ടു, ഇഷ്ടമായപ്പോൾ വരാൻ പറ്റുമെന്ന് എനിക്കൊന്ന്. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊജക്റ്റിൽ സഫർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽ അവരെന്നെ ആഡ് ചെയ്തത്. ഇവരുടെ ആദ്യത്തെ സംരംഭമായ സിന്ദഗി സിന്ദഗി എന്ന ആൽബത്തിനും പ്രേക്ഷക പ്രീതി നേടിയിരുന്നു. ये बैंड हम लोग ने सोचा कि कोई मल्टीपल लैंग्वेजेस इसको यूज़ करें, जैसे कि जब जिंदगी जिंदगी निकला फर्स्ट एल्बम तो उसमें हिंदी और तमिल था, तो एक्चुअली वी गॉट ए गुड रिस्पांस क्योंकि तमिल का और हिंदी का जो ट्यून अप हुआ वो अच्छा हुआ था. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും യാത്രയുടെയും കഥ പറയുന്ന സഫർ ഇരു കൈയും നീട്ടിയാണ് സംഗീത പ്രേമികൾ സ്വീകരിച്ചത്. अरे तुम लोग कंपोजर का ब्रेकअप कुछ हुआ है क्या? हमेशा ब्रेकअप सॉन्ग्स ही बनाते रहते क्या? तो हम लोग बोला चल इस टाइम कुछ ऐसा कुछ करते कि चल अदर देन लव सॉन्ग कुछ एक क्रिएट करते हैं. बेसिकली सफ़र में निकल गया, रेस्टोरेंट में पहुंचे, हम लोग चला जो कुछ क्रिएट सफ़र के बेस में क्रिएट करते हैं. तो वैसे ट्रैवलिंग सॉन्ग, एक फ्रेंडशिप बॉन्डिंग टाइप एक सॉन्ग क्रिएट हो गया. പങ്കജ് മോറയും പ്രേമ മേനോനും കോറിയിട്ട വരികൾ ശ്രീരഞ്ജ് മേനോനും ശോഭന അയ്യരും ചേർന്ന് ആലപിച്ചപ്പോൾ ആസ്വാദക മനസ്സുകൾക്ക് നവ്യ അനുഭവമായി മാറി. പ്രമോദ് ഗുഞ്ചാൽക്കറിന്റെ സംവിധാനത്തിൽ അങ്കുഷ് കുലാൽ, വിശാൽ കുംബാർ, അഭിഷിത് ദാസൻ ചേർന്നൊരുക്കിയ ദൃശ്യാവിഷ്കാരത്തെ മനോജ് ജാദവാണ് ഏകോപിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ ഓഫീസൊക്കെ കഴിഞ്ഞ് ഒരു ഫൺ ട്രിപ്പിന് ഇറങ്ങിയതാ. രാത്രി ഒത്തിരി ലേറ്റ് ആയിരുന്നു. വണ്ടി ഓടിച്ച് കാർത്തിക് കറന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് നേരെ അലിബാഗിലെത്തി. അവിടെ എത്തി അവിടെ അതിനെക്കാട്ടി ഫ്രണ്ടിൽ പോയിരുന്നു. പക്ഷെ അവിടുത്തെ റെസ്റ്റോറൻറ്റും ആ ആംബിയൻസ് കണ്ട് NH66 പറഞ്ഞ റെസ്റ്റോറൻറ്റാണ്. ആ ആംബിയൻസ് കണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. അവിടെ ചെന്ന് ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ സോങ്ങിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്ത് എന്തോ ചെയ്യണം, അടുത്ത പ്രോജക്റ്റ് ഇനിയും ലേറ്റ് ആകാൻ പറ്റത്തില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇരുന്ന് പിന്നെ ഡിസ്കസ് ചെയ്ത് അന്നേരം തന്നെ ഈ സഫർ പറഞ്ഞ് ഞങ്ങൾ പ്രോജക്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ബോംബെ റൂട്ട്സിന് വേണ്ടി റെഡ് ബോക്സ് ഫിലിംസ് തയ്യാറാക്കിയ ആൽബത്തിന് ഈണം പകർന്നത് കാർത്തിക് ബാലനാണ്. लास्ट में जो मलयालम लिरिक्स था तो वो एक चंडा मेलम से कहीं ना कहीं मैचअप करता है. तो जब हम लोग ने ट्राई किया चंडा मेलम तो वो कहीं ना कहीं सूट किया. ഫ്യൂഷൻ സംഗീതത്തിന് മാസ്മരികത പകർന്ന് അനിൽ പൊതുവാളിന്റെ വാദ്യവും ഏറെ ശ്രദ്ധ നേടി. കേരളത്തനിമയുടെ കയ്യൊപ്പോടെ ഗോപിക മേനോൻ കാഴ്ചവെച്ച നൃത്തച്ചുവടുകൾ ഈണത്തിനും രാഗത്തിനും ഇഴചേർന്ന ദൃശ്യചാരുത പകർന്നാടി. പിന്നെ എന്നോട് ചോദിച്ചു അവർ, മോഹിനിയാട്ടം അറിയോ? ഞാൻ ഡാൻസറാണ് ബേസിക്കലി. അപ്പോൾ മോഹിനിയാട്ടം ഞാൻ പറഞ്ഞു ശരി ഞാൻ ചെയ്യാം. പിന്നെ എനിക്ക് അതുവരെ അറിയില്ലായിരുന്നു, ഓൺലി പേര് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ബോംബെ റൂട്ട്സിൻ്റെ. പിന്നെ ഒരു വലിയ കാര്യം ഞങ്ങളുടെ ഇത് സക്സസ് ആവാനുള്ള ഒരു കാര്യം പറഞ്ഞാൽ യൂണിറ്റിയാണ്. നന്നാരേ